സ്വന്തമായിട്ടൊരു വീട് നമ്മൾ മലയാളികളുടെയൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമാണല്ലേ. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ സ്വപ്നം നമ്മളെ അറിയാതെ ഒരു സാമ്പത്തിക കെണിയിലേക്ക് കൊണ്ടുപോയി ചാടിക്കുമോ? വാ നമുക്കൊന്ന് നോക്കാം. കേട്ടിട്ട് എങ്ങനെയുണ്ട്? ഞാനൊരു കോടീശ്വരനാണ്, പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലാന്ന്. എന്തുകൊണ്ടാവും ഇത്രയും പൈസ കയ്യിലുണ്ടായിട്ടും ഒരാൾ വാടകയ്ക്ക് താമസിക്കാൻ തീരുമാനിക്കുന്നത്? ഇതിന്റെ ഉത്തരം കേൾക്കുമ്പോൾ ഒരുപക്ഷെ വീട് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ധാരണകൾ തന്നെ തലകീഴായി മറിഞ്ഞേക്കാം. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ സ്വന്തം വീട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ ഗോൾ എന്നതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചു വെച്ച ഒരു സംഭവമാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം, നമ്മളെക്കൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വിജയത്തിൻ്റെ അളവുകോല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലായാലും ശരി ഗൾഫിലായാലും ശരി, സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാനുള്ള ആ ഒരു പ്രഷറുണ്ടല്ലോ, അത് ഭയങ്കരാണ്. വീട്ടുകാര്, ബന്ധുക്കള്, കൂട്ടുകാര്, കാണുന്നവരൊക്കെ ചോദിക്കും, എന്താ മോനെ മോളെ വീടൊന്നും ആക്കുന്നില്ലേ? ഈ ഒരൊറ്റ ചോദ്യം കേട്ടിട്ട് എടുത്തുചാടി വീട് വാങ്ങാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ കണക്കുകൾ നോക്കൂ. നമ്മുടെ അച്ഛനമ്മമാരുടെ കാലവും നമ്മുടെ കാലവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അന്ന് ഒരു വീട് വാങ്ങാൻ അവരുടെ ഒരു വർഷത്തെ വരുമാനത്തിന്റെ ഒരു 2.5 ഇരട്ടിയൊക്കെ മതിയായിരുന്നു. പക്ഷെ ഇന്നത് 5 മുതൽ 10 ഇരട്ടി വരെയായി. അപ്പോൾ സംഭവം ക്ലിയർ അല്ലേ? കളി മുഴുവനായിട്ട് മാറിയിരിക്കുന്നു. എന്നിട്ടും പഴയ റൂൾസ് വെച്ച് ഈ പുതിയ ഗെയിം കളിക്കാൻ നോക്കുന്നത് തന്നെയല്ലേ നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ. പണ്ടത്തെ കാലത്തെ നിയമങ്ങളും ഉപദേശങ്ങളുമൊക്കെ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നത് അത് എത്രത്തോളം ശരിയാണ്? ശരി, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ റിയൽ എസ്റ്റേറ്റിനെ പറ്റി കേട്ടുമടുത്ത ചില വലിയ മിഥ്യാധാരണകളുണ്ടല്ലോ, അതിനെ ഓരോന്നായിട്ട് പൊളിച്ചെടുക്കാൻ പോവാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണു തള്ളിപ്പോവും, അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പം മിഥ്യാധാരണ നമ്പർ 1. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നൊരു കാര്യം ഇതുതന്നെയായിരിക്കും. അതെ, റിയൽ എസ്റ്റേറ്റ് വില എപ്പോഴും മുകളിലോട്ട് മാത്രമേ പോകൂ. ഒരുപാട് കേട്ടിട്ടുണ്ടാവും നമ്മളിതല്ലേ. പക്ഷേ സത്യം അതല്ല സുഹൃത്തുക്കളെ. ഒരു കാര്യം ഓർക്കുക, വില താഴോട്ടും വരാം, വന്നിട്ടുമുണ്ട്. ആ 2008 സാമ്പത്തിക മാന്ദ്യമൊന്നും ആരും അത്ര പെട്ടെന്ന് മറക്കരുത്. പിന്നെ വേറൊരു കളിയുണ്ട്. വില കുറഞ്ഞു എന്ന് സമ്മതിക്കാതിരിക്കാൻ ബിൽഡർമാർ പല അടവുകളും പയറ്റും. എന്നാന്നറിയോ? ഡിസ്കൗണ്ടുകൾ, ഓഫറുകൾ, അങ്ങനെ പലതും തന്നിട്ട് യഥാർത്ഥ വിലയിലുള്ള ഇടിവ് അവർ നമ്മളിൽ നിന്നും മറച്ചുവെക്കും. അതുകൊണ്ട് കാണുന്ന വില അതേപടി അങ്ങ് വിശ്വസിച്ചേക്കരുത്. ഓക്കെ, ഇനി മിഥ്യാധാരണ നമ്പർ 2. ഇതും സ്ഥിരം കേൾക്കുന്നൊരു പല്ലവിയാണ്. ഒരു വീടിന്റെ വില 10 കൊല്ലം കൊണ്ട് ഇരട്ടിയാവും. കേൾക്കാൻ എന്തൊരു രസമാണല്ലേ? പക്ഷേ ഇതിന്റെ പിന്നിലൊരു വലിയ ട്രാപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വാക്ക് നിങ്ങൾ ശരിക്കും ഓർത്തുവെച്ചോ. ഫാൻറ്റം കോസ്റ്റ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരുമാതിരി പ്രേതച്ചെലവുകൾ എന്നൊക്കെ പറയാം. അതായത് നമ്മൾ വിചാരിക്കും വീട് വിറ്റപ്പോൾ കിട്ടിയ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭമെന്ന്. തെറ്റ്, അതേയല്ലേ യഥാർത്ഥ ലാഭം. നോക്കിക്കോ, പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ അടയ്ക്കണം, ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് അടിക്കണം, വേറെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരും, പിന്നെ ഇൻഷുറൻസ്. പോരാത്തതിന് ഏറ്റവും വലിയൊരു സംഭവം, നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ വലിയ തുകയില്ലേ, അതൊരു ബാങ്കിൽ വെറുതെ FD ഇട്ടിരുന്നെങ്കിൽ പോലും കിട്ടുമായിരുന്നൊരു പലിശയുണ്ടല്ലോ, ആ നഷ്ടം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് യഥാർത്ഥ കണക്ക് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ മിഥ്യാധാരണ. ഇതൊരുപാട് പേരെ കുഴിയിൽ ചാടിച്ചിട്ടുള്ള ഒന്നാണ്. ലോൺ എടുത്ത്, അതായത് ലിവറേജ് ഉപയോഗിച്ച് വലിയ പണക്കാരനാവാമെന്ന്. ആശയം കൊള്ളാം, പക്ഷേ ഈ ലിവറേജ് എന്ന് പറയുന്നത് ഇരുതലമൂർച്ചയുള്ളൊരു വാള് പോലെയാണ്. സംഗതി ശരിയാണ്, വില കൂടിയാൽ കിട്ടുന്ന ലാഭം ഭയങ്കരമായിരിക്കും. പക്ഷേ നേരെ തിരിച്ച് വില ഒരൽപ്പം, ഒരു 10% ഇടിഞ്ഞാൽ മതി, നമ്മുടെ കയ്യിൽ നിന്നിറക്കിയ ഡൗൺ പേയ്മെന്റ് മുഴുവൻ വെള്ളത്തിലാവും. ഈ ഒരു റിസ്കിന്റെ കാര്യം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നവർ സൗകര്യപൂർവ്വം അങ്ങ് മറക്കും. അവസാനത്തെ, അതായത് 4ാമത്തെ മിഥ്യാധാരണ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹോം ലോൺ എടുത്താൽ ടാക്സിൽ വലിയ ഇളവ് കിട്ടുമല്ലോ എന്ന്. ശരിയാണ്, കിട്ടും. പക്ഷേ ആ കണക്കിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ ഒരു വാചകം മനസ്സിലങ്ങ് ഉറപ്പിച്ചോ. 1 രൂപ ലാഭിക്കാൻ വേണ്ടി 10 രൂപ ചെലവാക്കരുത്. നിങ്ങൾ ടാക്സിൽ ലാഭിക്കുന്ന ആ ചെറിയ തുകയേക്കാൾ എത്രയോ അധികമായിരിക്കും ലോണിന്റെ പലിശയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രേത ചെലവുകളും കാരണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വെറും ടാക്സ് ലാഭിക്കാൻ വേണ്ടി മാത്രം പോയി ഇത്രയും വലിയൊരു കടക്കാരനാവുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ശരി, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു. ഇനി കുറച്ച് റിയൽ കണക്കുകളിലേക്ക് കടന്നാലോ? ചിലപ്പോൾ നിങ്ങളിത് കണ്ട് ഞെട്ടിപ്പോകും. ഇതൊന്ന് നോക്കൂ. കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിന്റെ ഏകദേശ കണക്കാണ്. സ്വന്തമായി വാങ്ങുമ്പോൾ EMI ഒരു 50,000 രൂപ വരുന്നുവെന്ന് വെക്കുക. അതേ സൗകര്യങ്ങളുള്ള ഒരു ഫ്ളാറ്റിന് വാടക എത്രയാവും? ഒരുപക്ഷെ 25,000 രൂപ. ഇനി സ്വന്തം വീടാകുമ്പോഴുള്ള ബാക്കി ചെലവ് നോക്കിക്കേ. മെയിൻ്റനൻസ്, പ്രോപ്പർട്ടി ടാക്സ്, റിപ്പയർ ഫണ്ട്,
എല്ലാം കൂടെ കൂട്ടുമ്പോൾ സ്വന്തം വീടിന്റെ മാസച്ചിലവ് വാടകയുടെ ഇരട്ടിയിൽ കൂടുതലായി. കണ്ടോ വ്യത്യാസം? അതായത് മാസം 31,000 രൂപയുടെ വ്യത്യാസം. ഓരോ മാസവും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അധികമായി പോകുന്ന ഈ 31,000 രൂപ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ പൈസ നമ്മളൊരു SIP-യിൽ മാസാമാസം നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഒരു 20 വർഷം കൊണ്ട് അതൊരു എത്ര വലിയ തുകയായി മാറുമായിരുന്നു. ഈയൊരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം എങ്ങനെ സ്മാർട്ടായി വളർത്താമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി മറക്കാതെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ കൺഫ്യൂഷനായോ? വീട് വാങ്ങണോ വേണ്ടയോ? നോക്കൂ, ആ തീരുമാനം 100% നിങ്ങളുടേത് മാത്രമാണ്. പക്ഷേ ആ വലിയ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതൊരു സ്മാർട്ട് ബയറുടെ ചെക്ക്ലിസ്റ്റാണ്. ഒന്നാമത്തെ ചോദ്യം: ഞാൻ ഈ വീട്ടിൽ ഒരു 10 വർഷമെങ്കിലും താമസിക്കുമോ? കാരണമില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെലവും സ്റ്റാമ്പ് ഡ്യൂട്ടിയുമൊക്കെ വലിയൊരു നഷ്ടമായിരിക്കും. രണ്ടാമത്തെ ചോദ്യം: എന്റെ വീടിനായുള്ള EMI ഉൾപ്പെടെയുള്ള എല്ലാ മാസച്ചെലവുകളും എന്റെ മൊത്ത വരുമാനത്തിന്റെ 28% താഴെയാണോ? അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ഞെരുങ്ങാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേത്: വീടിന്റെ വിലയുടെ 20% ഡൗൺ പേയ്മെന്റ് എന്റെ കയ്യിലുണ്ടോ? അത് നിങ്ങളുടെ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ അടയാളമാണ്. 4. നാളെ ഈ വീടിന്റെ വില കുറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റുമോ? മാനസികമായും സാമ്പത്തികമായും. അവസാനത്തെ, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ടായിട്ടാണോ ഞാൻ ഈ വീട് വാങ്ങുന്നത്, അതോ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാനുള്ള ഒരു പ്രഷർ കൊണ്ടാണോ? അപ്പോൾ അവസാനം സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ വാങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനം തരുന്ന ഒരു വീടാണോ, അതോ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ സാമ്പത്തിക ഭാരമാണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. മറ്റുള്ളവർ എന്ത് പറയുന്നെന്ന് നോക്കാതെ നിങ്ങളുടെ സ്വന്തം കണക്കുകൾ കൂട്ടി നോക്കൂ. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനമെടുക്കുക. പണത്തെക്കുറിച്ച് ഇതുപോലെ സ്മാർട്ടായി ചിന്തിക്കാൻ സഹായിക്കുന്ന കൂടുതൽ വിശകലനങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.